ലോക ക്രിക്കറ്റിൽ സുവർണ ലിപികളാൽ കുറിക്കപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് 2010 ഫെബ്രുവരി 24. കാരണം അന്നായിരുന്നു ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറിക്ക് ലോകം സാക്ഷിയായത്. അതിന് സാധിച്ചതാവട്ടെ ഇന്ത്യൻ ബാറ്റിംഗ് വിസ്മയം സച്ചിൻ ടെണ്ടുൽക്കറുമായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഗ്വാളിയാറിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിലായിരുന്നു ചരിത്രം പിറന്നത്. 50-ാം ഓവറിലെ മൂന്നാമത്തെ ബോളിൽ സിംഗിൾ നേടിയായിരുന്നു മാസ്റ്റർ ബ്ലാസ്റ്റർ ചരിത്രത്തിലേക്ക് നടന്നു കയറിയത്. ഈ സമയത്ത് നോൺ സ്ട്രൈക്കറുടെ എൻഡിലുണ്ടായിരുന്നത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിയുമായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ സച്ചിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായി അദ്ദേഹം മാറുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. സച്ചിൻ 199 റൺസിലെത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ ഇന്നിംഗ്സിൽ ബാക്കിയുണ്ടായിരുന്നത് 14 ബോളുകളായിരുന്നു. ബാറ്റിംഗ് പങ്കാളിയായ ധോണി അദ്ദേഹത്തെ എത്രയും വേഗത്തിൽ ഡബിൾ സെഞ്ചുറി എന്ന ലോക റെക്കോർഡ് പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ബാക്കിയുള്ള 14 ബോളുകളിൽ 10ഉം ധോണി തന്നെയാണ് സ്ട്രൈക്ക് നേരിട്ടത്. വളരെ അഗ്രസീവായ ഷോട്ടുകൾ കളിച്ച് അദ്ദേഹം അതിവേഗം റൺ സ്കോർ ചെയ്യുകയായിരുന്നു. ഈ 10 ബോളിൽ 25 റൺസ് ധോണി അടിച്ചെടുത്തു. ഇതോടെ സച്ചിന്റെ ഡബിൾ സെഞ്ചുറി നീണ്ടുപോവുകയുമായിരുന്നു. അന്ന് കളി കണ്ടുകൊണ്ടിരുന്ന ആരാധകർ മുഴുവൻ ധോണിയെ പഠിക്കുകയും ചെയ്തിട്ടുണ്ടാവും. കാരണം 199 റൺസുമായി സച്ചിൻ ക്രീസിന്റെ മറുവശത്തുണ്ടായിട്ടും ഇതൊന്നും ശ്രദ്ധിക്കാതെ ധോണി ടീമിന്റെ സ്കോർ ഉയർത്തുന്ന തിരക്കിലായിരുന്നു. ഇതോടെ സച്ചിന് ഡബിൾ സെഞ്ചുറി തികയ്ക്കാൻ കഴിയില്ലേ എന്ന് പോലും ആരാധകർ ഭയപ്പെട്ടു. 50-ാം ഓവറിലെ ആദ്യത്തെ 2 ബോളിലും സച്ചിന് സ്ട്രൈക്ക് കിട്ടിയില്ല. ഒടുവിൽ ഓവറിലെ മൂന്നാമത്തെ ബോളിലാണ് സച്ചിനും ആരാധകരും കാത്തിരുന്ന ആ നിമിഷം എത്തിയത്. സിംഗിൾ നേടി അദ്ദേഹം ഡബിൾ സെഞ്ചുറി എന്ന അപൂർവ നേട്ടം സ്വന്തം പേരിലാക്കുകയും ചെയ്തു. ധോണി എന്ന സ്ട്രൈക്ക് നൽകാതെ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ അത് ഇന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വലിയ വിവാദമായി മാറിയേനെ. മാത്രമല്ല സച്ചിന്റെ കരിയറിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന വിളിപ്പേരും ധോണിക്ക് വീഴുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അന്നുണ്ടായില്ല. സച്ചിൻ 200 റൺസുമായി ചരിത്രം തിരുത്തിയപ്പോൾ ധോണി 35 ബോളിൽ പുറത്താവാതെ 68 റൺസാണ് അടിച്ചെടുത്തത്. ഇന്ത്യ 50 ഓവറിൽ 4 വിക്കറ്റിന് 401 റൺസ് എന്ന കൂറ്റൻ സ്കോറും പടുത്തുയർത്തി. മറുപടിയിൽ സൗത്ത് ആഫ്രിക്കയെ വെറും 248 റൺസിന് എറിഞ്ഞിട്ട് ഇന്ത്യ പരമ്പരയിൽ 2-0 അപരാജിത ലീഡും കൈക്കലാക്കിയിരുന്നു.